ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. വീഡിയോസല്ല, ഷോർട്സ് ഇടാറുണ്ട്. ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. കുറച്ച് ബിസിയായിരുന്നു. റമളാൻ, പിന്നെ പിള്ളേരുടെ ബോർഡ് എക്സാം, അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് മടി, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായത്. ഏപ്രിലിൽ എന്തായാലും ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആകും. ഏപ്രിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. ഞാൻ ചാനൽ തുടങ്ങാനുണ്ടായ കാരണം, പിന്നെ എന്തുകൊണ്ട് ചാനൽ തുടങ്ങി, എന്താണ് അതിൻ്റെ പിന്നിൽ ദുരുദ്ദേശം എന്നൊക്കെ ഉള്ളത് പറയാമെന്ന് വെച്ചു. എനിക്കങ്ങനെ ഒരു ആഗ്രഹം വരുന്നത് കോവിഡിനൊക്കെ മുമ്പ് എനിക്കൊരു ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ, കുക്കിംഗ് തന്നെ. പക്ഷേ ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യും, എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കണം, എനിക്കൊന്നും അറിയാൻ പാടില്ല. എഡിറ്റിംഗ് അറിയാൻ പാടില്ല. പിന്നെ നമ്മൾ എന്ത് കാര്യം തുടങ്ങുമെന്ന് പറയുമ്പോഴും നമുക്ക് അത് നിന്നെക്കൊണ്ട് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്താനായിട്ട് എന്തായാലും നമുക്ക് ചുറ്റും കുറച്ച് പേരുണ്ടാകും. അത് ഈ ഒരു കാര്യത്തിന് മാത്രമല്ല, എന്ത് കാര്യം നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അങ്ങനെ നിരുത്സാഹപ്പെടുത്താനുള്ള ആൾക്കാരുണ്ടാകും. അന്ന് അതൊക്കെ കേട്ട് വേണ്ടാന്ന് വെച്ചതിൽ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായില്ല, ഒരു ചാനൽ തുടങ്ങണം അങ്ങനെയൊന്നും. പിന്നെ എൻ്റെ ആ ഒരു വേറൊരു ചിന്താഗതിയിലേക്കൊക്കെ പോയി. കുറച്ച് കാവ്യാത്മകമാകണ്ടോ എന്നൊരു ഡൗട്ട് ഇട്ടാ. ഞാൻ പിന്നെ എക്സാമുകളുടെ പുറകെയായി, PSC എക്സാമുകളുടെ പുറകെയായി. പിന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കാനേ എനിക്ക് ടൈം ഉണ്ടായിട്ടില്ല. പിന്നെ ആ ഒരു പ്ലാൻ B എന്നുള്ള ഇതിലേക്ക് പോലും ഈ ചാനലിൻ്റെ ഇത് വന്നിട്ടില്ല, എൻ്റെ ഒരാഗ്രഹം വന്നിട്ടില്ല. പിന്നെ ഈ PSC എക്സാമൊക്കെ എഴുതി അതൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും ഈ ഓരോ വ്ളോഗ്സൊക്കെ കാണുമ്പം, ഹൗസ് വൈഫ്സിൻ്റെ അങ്ങനെയൊക്കെ കാണുമ്പോൾ അതിലൊക്കെ ഞാൻ നല്ല ഇൻഫ്ലുവൻസ്ഡ് ആണ് കേട്ടോ. ചിലവരൊക്കെ പറയും ഈ ഹൗസ് വൈഫ്സൊക്കെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യണേ, അവർ വെറുതെ വീട്ടിൽ കറികൾ ഉണ്ടാക്കുന്നതും ചോറ് വെക്കുന്നതും ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണിക്കണം, അതൊക്കെ എന്ത് ഇൻഫ്ലുവൻസ് ആണെന്ന് പറഞ്ഞാലും ആ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അവരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. എനിക്ക് അതിൽ ഞാൻ ഓർഗനൈസേഷൻ, ക്ലീനിങ്, കുക്കിംഗ് അങ്ങനെ അവർ ചെയ്യണത് പോലെ, അല്ലെങ്കിൽ അതേപോലെ നമുക്കും ചെയ്യാം എന്നുള്ള ഒരു മോട്ടിവേഷൻ പോലെ കുറേ പേരിങ്ങനെ ചെയ്യണത് നമുക്കൊരു മോട്ടിവേഷനാകും. അതേപോലെ ചെയ്യാം, രാവിലെ നേരത്തെ പണികൾ തീർക്കാം, അങ്ങനെയൊക്കെ. അതായത് ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ളവർ മാത്രമല്ലല്ലോ, എല്ലാ ടൈപ്പ് കാറ്റഗറിയിലുള്ളവരും വേണം എന്ത് കാര്യത്തിലും. അപ്പം അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ സ്വപ്നം, ചാനൽ എന്നുള്ളത്, എനിക്ക് വീണ്ടും എന്നല്ല, ആദ്യം ഞാൻ തുടങ്ങിയൊന്നുമില്ലായിരുന്നു, വീഡിയോ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഡിറ്റിങ്ങും പഠിച്ചു. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉള്ളതെല്ലാം കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. പിന്നെ നമ്മളോട് ചോദിക്കും, ചാനൽ തുടങ്ങിയിട്ട് എന്തായി, നമുക്ക് റീച്ചൊക്കെ കിട്ടി തുടങ്ങിയോ, മെയിനായിട്ട് മോണിറ്റൈസേഷൻ ആയോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വരാം. പക്ഷേ നമുക്കിഷ്ടമുള്ള ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു സക്സസ്സാണ്. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഒരു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒരാൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതൊക്കെ നമ്മുടെ സക്സസ്സാണ്. പിന്നെ ഇതിന് എല്ലാവരും ഒരു ഏണിങ്സ് പ്രതീക്ഷിക്കും, അത് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ തന്നെ കിട്ടണം അങ്ങനത്തെ ഒരു ഇതല്ല. ഞാൻ ഇത് വീഡിയോസൊക്കെ ഇട്ട് എനിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട് ആ വീഡിയോ ഇടുന്നതിന്. ചില സമയത്ത് എനിക്ക് നല്ല മടിയൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോസൊന്നും ഇടാറേ ഇല്ല. പക്ഷേ ഇതിന് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. എന്ത് കാര്യത്തിനും നമ്മളൊരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ നമുക്കത് ഒരു സക്സസ് ആവുള്ളൂ. പിന്നെ ഈ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് എഡിറ്റിങ്ങൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാത്ത കാര്യം നമ്മൾ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ്
ഞാൻ പറയണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ചെറിയ കാര്യങ്ങളായാലും നമ്മളത് പഠിക്കാൻ ശ്രമിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ, സെൽഫ് ലവിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അതിൽ നമ്മൾ വലിയ പൊസിഷനിൽ എത്തണം എന്നാ അങ്ങനെയൊന്നുമില്ല. സെൽഫ് ലവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാപ്പിയാക്കി വെക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെയും ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ എനിക്ക് ചെറിയൊരു സ്റ്റിച്ചിങ് കോഴ്സിന് ചേർന്നിട്ടുണ്ട്. എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ് ഇങ്ങനെ തയ്ക്കണതൊക്കെ. ഞാൻ പണ്ടൊക്കെ ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി ഉണ്ടായതിനെ പങ്കി ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കണത്. ചേച്ചി തയ്ക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ചെന്ന് നോക്കിയിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് ബേസിക്കൊക്കെയാണ്, അതാണ് തുന്നലൊക്കെ. അതൊക്കെ ചെയ്യുമ്പം നമുക്ക് കിട്ടും, നല്ലൊരു സന്തോഷം കിട്ടും. പിന്നെ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചാനൽ തുടങ്ങാൻ ഇത്രയും ലേറ്റായി എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് മാറ്റി വെക്കാതെ നമ്മളെ മുന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുക. ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിശ്വസിച്ചത് എന്നെ തന്നെയാണ്, എനിക്ക് സംസാരിക്കാനുള്ള ഈ ഒരു കഴിവിൽ തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.